പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കാൻ അനുയോജ്യൻ താൻ തന്നെയെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. പി.സി. ജോർജിന്റെ പരാമർശം വിമർശനമായി തോന്നുന്നില്ല. ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. എതിരാളികളെ നിസ്സാരായി കാണുന്നില്ലെന്നും അനിൽ കെ ആന്റണി 24നോട് പറഞ്ഞു. ബി.ജെ.പിയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇപ്പോൾ 24നോടൊപ്പം ചേരുന്നു. തങ്ങളുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം കൂടിയാണ്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്? ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ പാർട്ടി ജോയിൻ ചെയ്തത്. ഇനി ഇപ്പോൾ എല്ലാ സീനിയർ നേതാക്കളുമായിട്ടും ചർച്ച നടത്തുകയാണ്. ഇവിടുത്തെ പാർട്ടി മെഷീനറിയൊക്കെ അപ്പം എല്ലാം കാര്യങ്ങളും ഒന്ന് ഇപ്പം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഫുൾ ഫ്ലഡ്ജ് ക്യാമ്പയിനിലേക്ക് ഇറങ്ങും. ഈ കേരളത്തിലെ പൊതുവെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രചാരണം എന്തായിരിക്കും? ഏത് വിഷയമായിരിക്കും പൊതുവെ ഉയർത്തുക? കേരളം ഇപ്പം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡീസസ് ഒക്കെ ദശാബ്ദങ്ങളായി മുന്നിൽ നിന്നൊരു സംസ്ഥാനമാണ്. പെർ ക്യാപിറ്റയിലൊക്കെ മുന്നിൽ നിന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ ഇന്ന് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അത് മാറി ഒരു വികസിത കേരളം, ഇന്ത്യക്കൊപ്പം കേരളവും വളരണം. അതിന് ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. മറ്റ് പാർട്ടികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ CPM നിർത്തിയിരിക്കുന്ന തോമസ് ഐസക്കിനെയാണ്. കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആന്റോ ആന്റണി നിർത്തിയേക്കും. ആന്റോ ആന്റണിയെ നോക്കുകയാണെങ്കിൽ 3 തവണ അവിടെ നിന്ന് MP ആയ ഒരാളാണ്. അപ്പോൾ മത്സരത്തെ പറ്റി വിലയിരുത്തുമ്പോൾ ഇങ്ങനെ നിസ്സാരമായിരിക്കും, അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരത്തിന് പത്തനംതിട്ട കാഴ്ചവെക്കുമോ? നമ്മളങ്ങനെ ഒന്നും നിസ്സാരമായിട്ട് കാണാറില്ല. രണ്ട് ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഇപ്പം വളരെ പ്രഗത്ഭരായ 2 സ്ഥാനാർത്ഥികളാണ്. പക്ഷേ പത്തനംതിട്ട പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ ഏറ്റവും അനുയോജ്യം ഞാൻ തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അവസാനം ഒരു ലോക്സഭാ MP അവിടുത്തെ പത്തനംതിട്ടയുടെ ശബ്ദമായി പാർലമെന്റിൽ സംസാരിക്കുക, കേന്ദ്ര സർക്കാരിനോട് സംസാരിക്കുക. കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്യുന്ന പദ്ധതികൾ വളരെ എഫിഷ്യൻ്റായി അവിടെയും ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇതിനൊക്കെ ഞാനാണ് ഏറ്റവും അനുയോജ്യൻ. അതിന് സംശയമൊന്നുമില്ല.